വിഴിഞ്ഞം പദ്ധതിയുമായി മുൻ നിശ്ചയിച്ച പ്രകാരം മുന്നോട്ടു പോകുമെന്ന് അദാനി ഗ്രൂപ്പ്. കുളച്ചൽ പദ്ധതി ഏറ്റെടുക്കില്ലെന്നും കരാർ വ്യവസ്ഥകളിൽ മാറ്റമുണ്ടാകില്ലെന്നും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പ്രതികരിച്ചു. No, there's nothing which is pending. Everything is going smoothly. The government is helping us a lot, and there's a good coordination happening between the government. So there's no other pending issues which we think that needs to be flagged off at this level right now. We are committed to the port, and we are going as per schedule. Okay. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് കൺസൾട്ടൻസി കരാർ കൂടിയ തുകയ്ക്ക് നൽകിയതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ ഉത്തരവിട്ടു. കുറഞ്ഞ തുക ക്വാട്ട് ചെയ്ത ആൻസൺ എന്ന കമ്പനി ഒഴിവാക്കി കൂടിയ തുക ക്വാട്ട് ചെയ്ത ആഡ്രിമാട്രിക്സ് എന്ന കമ്പനിക്കാണ് യു.ഡി.എഫ് സർക്കാർ കൺസൾട്ടൻസി കരാർ നൽകിയത്. ആൻസൺ 1.38% ക്വാട്ട് ചെയ്തപ്പോൾ ആഡ്രിമാട്രിക്സ് 2.94% ക്വാട്ട് ചെയ്തത്. ഇതിലൂടെ സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായി എന്നാണ് കണക്കുകൂട്ടൽ. പൊതുമരാമത്ത് വകുപ്പിലെ വിജിലൻസ് വിഭാഗമാണ് അന്വേഷണം നടത്തുക. ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ലാവ്ലിൻ കേസിലെ സ്വകാര്യ ഹർജികൾ ഹൈക്കോടതി തള്ളി. സിബിഐ ഹർജികൾ മാത്രമേ നിലനിൽക്കൂവെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പുതുതായി ഒരു രേഖയും ഹാജരാക്കാൻ ഇടപെടൽ ഹർജി നൽകിയവർക്കൊന്നും അവകാശമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ക്രൈം നന്ദകുമാർ, KM ഷാജഹാൻ തുടങ്ങി 4 പേർ സമർപ്പിച്ച ഹർജികൾ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് കമാൽ പാഷയുടെ സുപ്രധാന വിധി. കേസിൽ ഒരു ബന്ധവുമില്ലാത്തവർക്ക് കേസിൽ കക്ഷി ചേരാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. മാത്രവുമല്ല, പുതിയ രേഖകളോ തെളിവുകളോ ഇനി വിചാരണ കോടതിയിൽ പോലും ഹാജരാക്കാനാവില്ല. CBI നടത്തിയ അന്വേഷണം തൃപ്തികരമല്ലെന്ന വാദം ഇവർ ഒരു ഘട്ടത്തിലും ഉന്നയിച്ചിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിചാരണ കോടതിയിൽ CBI സമർപ്പിച്ച കുറ്റപത്രത്തെയും ഇവർ ചോദ്യം ചെയ്തിട്ടില്ല. എല്ലാ രേഖകളും തെളിവുകളും വിചാരണ കോടതിക്ക് മുന്നിൽ വന്നതാണ്. ഈ തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് കോടതി കുറ്റപത്രം നൽകിയതും വിചാരണയ്ക്ക് പോലും ആവശ്യമായ തെളിവുകളില്ലെന്ന് കണ്ട് കുറ്റവിമുക്തരാക്കിയതും. ഈ സാഹചര്യത്തിൽ പുതിയ തെളിവുകളൊന്നും സ്വീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഹർജി തള്ളുകയായിരുന്നു. കേസിൽ ഹാജരായ മുതിർന്ന അഭിഭാഷകൻ MK ദാമോദരനും CBI അഭിഭാഷകൻ P ചന്ദ്രശേഖരപിള്ളയും ഹർജിക്കാരുടെ വാദത്തെ എതിർത്തു. ഹർജിക്കാരുടേത് അനാവശ്യ ഇടപെടലുകളാണെന്നും ആവശ്യം നിയമപരമല്ലെന്നും മുൻ സുപ്രീം കോടതി വിധികൾ ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് MK ദാമോദരൻ വാദിച്ചു. ഹർജിക്കാർ മുന്നോട്ട് വയ്ക്കുന്ന രേഖകൾ അനാവശ്യ രേഖകളാണെന്നായിരുന്നു CBI അഭിഭാഷകന്റെ നിലപാട്. ഈ വാദങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് കക്ഷിചേരൽ ഹർജികൾ കോടതി തള്ളിയത്. റിവിഷൻ ഹർജിയിൽ അന്തിമവാദത്തിന് സാവകാശം തേടിക്കൊണ്ടുള്ള CBIയുടെ ഹർജി കോടതി അംഗീകരിച്ചു. കേസിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പരംജിത് സിംഗ് പട്വാലിക്ക് ഹാജരാകുന്നതിനു വേണ്ടിയാണ് കേസ് 2 മാസത്തേക്ക് മാറ്റിവെക്കണമെന്ന് CBI ആവശ്യപ്പെട്ടത്. നിയമകാര്യ ലേഖകൻ PP താജുദ്ദീനൊപ്പം സാലി മുഹമ്മദ്, കൊച്ചി. പൊതുജനങ്ങളുടെ പരാതിക്ക് 30 ദിവസത്തിനകം പരിഹാരമെന്ന മുഖ്യമന്ത്രി. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. LDF സർക്കാർ രാഷ്ട്രീയ പകപോക്കലിനില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സെൻകുമാർ വിഷയത്തിൽ വിവാദത്തിനില്ല. സെൻകുമാറിനെക്കുറിച്ച് പറഞ്ഞാൽ പലതും വെളിപ്പെടുത്തേണ്ടി വരുമെന്നും പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ സാമ്പത്തിക നില ഭദ്രമല്ല. 1,54,057 കോടി രൂപയാണ് മൊത്തം കടം. 2,000 കോടിയോളം രൂപ ക്ഷേമ പെൻഷൻ ഇനത്തിൽ കുടിശ്ശികയുമുണ്ട്. എങ്കിലും ഭാവി അന്ധകാരം നിറഞ്ഞതാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിസന്ധികൾ മറികടക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കും. പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരാതികളിൽ 30 ദിവസത്തിനകം പരിഹാരമുണ്ടാക്കും. ജില്ലാതലങ്ങളിലുള്ള പരാതികൾ പരിഹരിക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഉയർന്നുവരുന്ന എല്ലാ പരാതികളിലും മുന്നിലെത്തുന്ന പ്രശ്നങ്ങളിലും 30 ദിവസത്തിനുള്ളിൽ സർക്കാർ തലത്തിൽ തീർപ്പുണ്ടാക്കാനുള്ള സംവിധാനവും സൃഷ്ടിക്കും. മുല്ലപ്പെരിയാറിൽ തമിഴ്നാടുമായി സംഘർഷത്തിനില്ല. ഡാമിന് ബലക്ഷയമുണ്ടോ എന്ന് പരിശോധിക്കാൻ തമിഴ്നാടിന്റെയും കേന്ദ്രത്തിന്റെയും സഹായം വേണം. ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര വിദഗ്ധ സമിതിയുടെ സേവനം പരിശോധിച്ചു വരികയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിലവിൽ സർവകക്ഷി യോഗത്തിന്റെ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LNG പദ്ധതി ഒഴിച്ചുകൂടാനാവില്ല. എല്ലാവരുടെയും സഹകരണത്തോടെ പദ്ധതി പൂർത്തീകരിക്കും. സെൻകുമാർ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല. പറയേണ്ടി വന്നാൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വേണ്ടിവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിനെപ്പറ്റി ഒരു പരസ്യ വിവാദത്തിലേക്ക് പോകേണ്ടതില്ലല്ലോ. ഞാനിപ്പോൾ അതിലേക്ക് അങ്ങനെ പോകുന്നില്ല. പോയാൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരും. അത് ആ വെളിപ്പെടുത്തൽ ഞാനില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പോകാത്തത്. വിലക്കയറ്റവും അഴിമതിയും തടയുന്നതിനുള്ള ശക്തമായ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അഴിമതി കേസുകളിൽ ആരോടും രാഷ്ട്രീയ പകപോക്കൽ ഉണ്ടാവില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. അതല്ലെങ്കിൽ തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കായികമന്ത്രി EP ജയരാജനെതിരെ പരാതിയുമായി മുൻ അത്ലറ്റ് അഞ്ജു ബോബി ജോർജ്. ജയരാജൻ തന്നെ അധിക്ഷേപിച്ചുവെന്നാണ് അഞ്ജുവിന്റെ പരാതി. എന്നാൽ അഞ്ജു ബോബി ജോർജ് തന്നെക്കുറിച്ച് പരാതി പറഞ്ഞതായി അറിയില്ലെന്ന് മന്ത്രി EP ജയരാജൻ പ്രതികരിച്ചു. അതേസമയം അഞ്ജു ബോബി ജോർജിനെ EP ജയരാജൻ ആക്ഷേപിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കി.
സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനെത്തിയ തന്നോട് മന്ത്രി രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തെന്നായിരുന്നു സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും ഒളിമ്പ്യനുമായ അഞ്ജു ബോബി ജോർജിന്റെ പരാതി. ഇക്കാര്യം മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചതായും അഞ്ജു പറഞ്ഞു. നിങ്ങളൊക്കെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ നോമിനേറ്റഡ് ആൾക്കാരാണ്. നിങ്ങൾ ചെയ്തതെല്ലാം തെറ്റാണ്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം പാർട്ടി വിരുദ്ധമാണ്. നിങ്ങളെല്ലാവരും ഒറ്റ സ്പോർട്സുകാരില്ല ബോർഡിൽ, എല്ലാവരും പാർട്ടിയുടെ ആൾക്കാരാണ്. പിന്നെ എങ്ങനെയാണ് കേരള കൗൺസിൽ പ്രസിഡന്റ് ഫ്ലൈറ്റ് ഫെയർ അവൈൽ ചെയ്യുന്നത്? ഇതൊക്കെ ഞാനതൊക്കെ സ്റ്റോപ്പ് ചെയ്യും. എന്നാൽ അഞ്ജു ബോബി ജോർജ് തന്നെക്കുറിച്ച് പരാതി പറഞ്ഞതായി അറിയില്ലെന്ന് മന്ത്രി ഇ.പി. ജയരാജൻ പ്രതികരിച്ചു. അഞ്ജു തന്നെ ഓഫീസിൽ വന്ന് കണ്ടിരുന്നു. സന്തോഷത്തോടെയാണ് പിരിഞ്ഞതെന്നും എന്തുകൊണ്ടാണ് തനിക്കെതിരെ പരാതി ഉന്നയിച്ചതെന്ന് അറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. അതങ്ങ് അവർ പറയാൻ സാധ്യതയില്ലെന്നാണ്. വളരെ സന്തോഷത്തോട് അവരെൻ്റെ ഓഫീസിൽ വന്നിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ച് വർത്തമാനം പറഞ്ഞിട്ടാണ് പിരിഞ്ഞുപോയത്. വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കായികമന്ത്രിയെ പിന്തുണച്ചു. അഞ്ജു ബോബി ജോർജിനെ ഇ.പി. ജയരാജൻ ആക്ഷേപിച്ചിട്ടില്ലെന്നും വിമാനയാത്രയെക്കുറിച്ച് മാത്രമാണ് ചോദിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. അതെ, പറഞ്ഞ കാര്യം അവര് വിമാനം ഉപയോഗിക്കുന്നതിനെ പറ്റി എടുത്ത തീരുമാനത്തെക്കുറിച്ചാണ്. അതെങ്ങനെയാണ് അവമര്യാദയായി പെരുമാറുക എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യം ഇതാണ്. അവർ വിമാനം ഉപയോഗിക്കുന്നതിനെ പറ്റി ചോദിച്ചു എന്ന് ഈ മന്ത്രി ചോദിച്ചു എന്നുള്ളത്. അഞ്ജു തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്. അഞ്ജു ബോബി ജോർജിനെ കുറിച്ച് കെ സുധാകരന്റെ അബദ്ധ പ്രസ്താവന. അഞ്ജു ബോബി ജോർജ് ജിമ്മി ജോർജിന്റെ ഭാര്യയെന്നായിരുന്നു കെ സുധാകരന്റെ പ്രസ്താവന. ഇ.പി. ജയരാജനെ വിമർശിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിനായിരുന്നു സുധാകരന്റെ പ്രസ്താവന. അഞ്ജു ബോബി ജോർജ് എന്ന് പറയുന്ന കായിക താരം ഇന്ത്യയുടെ മഹത്തായ കായിക പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ വളർച്ചയുടെയും അഭിമാനത്തിന്റെയും പശ്ചാത്തലം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. ആർക്കറിയാത്തത് അഞ്ജുവിനെ? അഞ്ജു മാത്രമല്ല, അഞ്ജുവിന്റെ ഭർത്താവ് ജിമ്മി ജോർജിന്റെ കുടുംബം എല്ലാം കായിക രംഗത്ത് ജീവിതം അർപ്പിച്ചവരാണ്. മലാപ്പറമ്പ് സ്കൂളിലെ കുട്ടികൾക്ക് കോഴിക്കോട് കളക്ടറേറ്റിലെ എഞ്ചിനീയേഴ്സ് ഹാളിൽ പുതിയ സ്കൂൾ ഒരുങ്ങി. പഠനത്തിനായി 7 ക്ലാസ് മുറികളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. രാവിലെ കൃത്യം 10 മണി. കോഴിക്കോട് കളക്ടറേറ്റിലെ എഞ്ചിനീയേഴ്സ് ഹാൾ ഒരു കുഞ്ഞു വിദ്യാലയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 6ഓളം ക്ലാസ് മുറികൾ, ഇരിക്കാൻ നിറമുള്ള കസേരകൾ. നഷ്ടമാകുമോ എന്ന് ഭയപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ. മലാപ്പറമ്പ് AUP സ്കൂളിലെ കുട്ടികൾക്ക് സൗകര്യം കുറവാണെങ്കിലും പുതിയ ക്ലാസ് മുറികൾ ഇഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും വീട്ടിലേക്കും നാട്ടിലേക്കുമുള്ള തിരിച്ചുപോക്ക് എന്ന പോലെ തങ്ങൾക്ക് പഴയ സ്കൂളിലേക്ക് മടങ്ങിപ്പോകണം എന്ന് തന്നെയാണ് കുട്ടികൾ ഒന്നടങ്കം പറയുന്നത്. സർക്കാർ സ്കൂൾ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതു മുതൽ ശാശ്വതമായൊരു പരിഹാരം കാണുന്നതുവരെ കുട്ടികളെ കളക്ടറേറ്റിലെ എഞ്ചിനീയേഴ്സ് ഹാളിലെ ക്ലാസ് മുറികളിൽ തന്നെ ഇരുത്തുമെന്ന് കളക്ടർ N. പ്രശാന്ത് പറഞ്ഞു. കുട്ടികൾക്ക് വേണ്ട ഭക്ഷണവും ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. DDOയും രാവിലെ എഞ്ചിനീയേഴ്സ് ഹാളിൽ എത്തിയിരുന്നു. വിശാലമായ ഒരു വിദ്യാലയത്തിൽ നിന്നും തങ്ങളെ പറിച്ചുനട്ടതിന്റെ വേദനയിലാണ് ഇവിടുത്തെ കുഞ്ഞുകുട്ടികൾ. ഉടൻ തന്നെ പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലും. മേഘമാധവൻ, കോഴിക്കോട്. ഗ്രൂപ്പ് ഭേദമന്യേ സുധീരനെതിരെ പടയൊരുക്കം ശക്തമാകുന്നു. സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചയാളാണ് സുധീരനെന്ന് സോണിക്ക് മുമ്പാകെ തിരുവഞ്ചൂർ പറഞ്ഞു. അതിനിടെ സുധീരനോടും ഉമ്മൻചാണ്ടിയോടും ചെന്നിത്തലയോടും 3 ദിവസത്തിനകം ദില്ലിയിലെത്താൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് VM സുധീരനെ മാറ്റണമെന്ന നിലപാട് AI ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിൽ ശക്തമാക്കിയതോടെയാണ് ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല എന്നിവരെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചത്. 3 നേതാക്കളും നാളെ തന്നെ ദില്ലിയിലെത്താനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. സുധീരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായമെന്ന് A ഗ്രൂപ്പ് ദൂതനായി എത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സോണിയാഗാന്ധിയെ അറിയിച്ചിരുന്നു. ഗ്രൂപ്പുകളെ ഇല്ലാതാക്കാൻ ഹൈക്കമാൻഡ് നിയോഗിച്ച സുധീരൻ സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെന്നും A ഗ്രൂപ്പ് പ്രതിനിധിയായ തിരുവഞ്ചൂർ ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഈ ഇലക്ഷന് ശേഷം എൻ്റെ ഒരു അസസ്മെൻ്റ് ഉണ്ട്. ആ അസസ്മെൻ്റ് ഡൽഹിയിൽ അറിയിക്കണം എന്നാഗ്രഹിച്ചു. ആ കാര്യങ്ങൾ ഡൽഹിയിൽ അറിയിച്ചു. എൻ്റെ ലീഡർഷിപ്പിനെ ആ വിവരം അറിയിച്ചു. KPCC നേതൃത്വം ശൂന്യതയിലാണെന്നും അടിയന്തര നേതൃമാറ്റത്തിനായി ഹൈക്കമാൻഡ് ഇടപെടണമെന്നുമാണ് A ഗ്രൂപ്പ് നിലപാട്. ഉമ്മൻചാണ്ടിയും ഇതേ ആവശ്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നതായാണ് സൂചന. കൂടാതെ നേതൃമാറ്റ ആവശ്യം ചർച്ച ചെയ്തില്ലെന്ന സുധീരന്റെ നിലപാട് തള്ളി MM ഹസനും രംഗത്തെത്തി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ പൂർണ്ണമായും മാറി നിൽക്കാൻ തയ്യാറാണ്. അടിപൊളി മാറ്റം വേണമെന്നേ ചർച്ച നടന്നിട്ടുള്ളൂ. VM സുധീരൻ മാറണമെന്ന് അവിടെ ആരും പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും KPCC നേതൃയോഗത്തിലുയർന്ന നേതൃമാറ്റ ആവശ്യം A ഗ്രൂപ്പ് ദൂതനായി എത്തിയ തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മുഖം മിനുക്കലല്ല, നേതൃസ്ഥാനത്തെ അഴിച്ചുപണിയാണ് വേണ്ടതെന്നാണ് A ഗ്രൂപ്പ് നിലപാട്.
തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിയമസഭാ കക്ഷി നേതൃപദവി ഉമ്മൻചാണ്ടി ഒഴിഞ്ഞ സാഹചര്യത്തിൽ KPCC അധ്യക്ഷപദം VM സുധീരനും ഒഴിയണമെന്നാണ് AI ഗ്രൂപ്പുകളുടെ നിലപാട്. എന്നാൽ ചർച്ചയിലൂടെ സമവായത്തിലെത്താമെന്ന പ്രതീക്ഷയിലാണ് ഹൈക്കമാൻഡ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കോഴിക്കോട് തിരുവണ്ണൂർ പാലാട്ട് നഗർ AUP സ്കൂൾ അടച്ചുപൂട്ടി. സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനം നടത്തുന്നതിന് താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച സാഹചര്യത്തിൽ സ്കൂൾ സംരക്ഷണ സമിതിയും PTA-യും എല്ലാം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നടപടിക്രമങ്ങളുമായി സഹകരിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. കുട്ടികൾക്ക് അധ്യയനം നടത്തുന്നതിനായി പുതിയ സ്ഥലം കണ്ടെത്താനായി തൊട്ടടുത്തുള്ള 2 വീടുകൾ ഉൾപ്പെടെ 4 സ്ഥലങ്ങളാണ് പരിശോധിച്ചത്. ഒടുവിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഗിരീഷ് ചോലയിലും MLA MK മുനീറും ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തി തിരുവണ്ണൂർ UP സ്കൂളിനോട് ചേർന്ന അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുകയായിരുന്നു. SSAയുടെ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ 5-6 ക്ലാസുകളും തിരുവണ്ണൂർ UP സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമിൽ 7ാം ക്ലാസും താൽക്കാലികമായി പ്രവർത്തിക്കും. 1 മാസത്തിനകം നിയമ നടപടികൾ പൂർത്തീകരിച്ച് സർക്കാർ സ്കൂൾ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി MLA MK മുനീർ പറഞ്ഞു. 1 മാസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ അക്വസിഷൻ നടപടികൾ പൂർത്തീകരിച്ച് പാലാട്ട് സ്കൂൾ തന്നെ തിരിച്ചു കിട്ടും എന്നുള്ള ഗവൺമെൻറ് ഉറപ്പിൽ ഞങ്ങൾ ശുഭാപ്തി വിശ്വാസത്തിലാണ്. DDEയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം സ്കൂളിലെ 17 വിദ്യാർത്ഥികളെ പുതിയ സംവിധാനത്തിലേക്ക് മാറ്റി. 2 മണിയോടെ സ്ഥലത്തെത്തിയ AEO KS കുസുമം സ്കൂളിലെ രേഖകൾ ഏറ്റുവാങ്ങിയ ശേഷം സ്കൂൾ അടച്ചുപൂട്ടി. സംസ്ഥാന സർക്കാർ നിയമ നടപടികൾ പൂർത്തീകരിച്ച് സ്കൂൾ ഉടൻ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകർ. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വയനാട്ടിലെ ആദ്യകാല കുടിയേറ്റങ്ങളുടെ പുതുക്കിപ്പണിതാത്ത സ്മാരകമാണ് മാനന്തവാടിയിലെ കോറോംപള്ളി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോറോംപള്ളി പഴയ തനിമയോടെ വരവേൽക്കുകയാണ് മറ്റൊരു പുണ്യമാസത്തെ കൂടി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വയനാട്ടിലേക്കുള്ള മുസ്ലിം കുടിയേറ്റങ്ങളുടെ ആദ്യകാലത്ത് നിർമ്മിക്കപ്പെട്ട കോറോംപള്ളി ഇന്നും പഴയ തനിമയോടെ വിശ്വാസി സമൂഹത്തിന് തണലാണ്. പെരിങ്ങത്തൂരിൽ നിന്നും നാദാപുരത്തു നിന്നുമൊക്കെയായിരുന്നു ആദ്യകാലത്ത് ഇവിടേക്കുള്ള കുടിയേറ്റ ജനത ചുരം താണ്ടിയെത്തിയത്. അത് 500 വർഷത്തിൻ്റെ മേലെ ഇപ്പം പഴക്കം വയനാട്ടിലെ മുസ്ലിങ്ങൾക്കുള്ള, അതിൽ 300 വർഷത്തോളം പഴക്കം ഈ പള്ളിക്കുണ്ട്. പള്ളി പണിയുന്നതിന് ഭൂമി നൽകിയത് സമീപത്തെ പുളിമാരമ്മ ദേവസ്വമാണ്. മക്കിയാട് കോട്ടയിൽ അമ്പലത്തിന്റെ പുനർനിർമ്മാണത്തിന് പള്ളിയുടെ നിർമ്മാണം നിർത്തിവെച്ച് പങ്കുകൊണ്ട കഥയും ഇവിടത്തുകാർക്ക് പറയാനുണ്ട്. കോറോത്തുകാർ സംരക്ഷിച്ചു പോരുന്ന ഈ സാഹോദര്യ സ്മാരകം കുടിയേറ്റ ജനതയുടെ അതിജീവനങ്ങൾക്കും സാക്ഷിയാണ്. കോറോം പള്ളിയിൽ നിന്നുയരുന്ന ബാങ്കുവിളി തലമുറകളിലൂടെ തുടരുകയാണ്. അനൂപ് KR, വയനാട്. കെ രാധാകൃഷ്ണന്റെ പിന്തുടർച്ചക്കാരനായി എത്തിയ UR പ്രദീപാണ് ചേലക്കര മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. മണ്ഡലത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ച 2 പതിറ്റാണ്ടിന് ശേഷം രാധാകൃഷ്ണന്റെ വികസന പദ്ധതികളുടെ തുടർച്ചയാണ് MLA നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. കുടിവെള്ള വിതരണവും വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നമനവുമടക്കം ഒട്ടനവധി പദ്ധതികളാണ് പരിഗണനയിലുള്ളത്. 20 വർഷക്കാലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച കെ രാധാകൃഷ്ണൻ നടപ്പാക്കിയ വികസന പദ്ധതികളുടെ തുടർച്ചയാണ് UR പ്രദീപ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. പിന്നാക്കക്കാർ തിങ്ങിപ്പാർക്കുന്ന മേഖലകൾ ഉൾപ്പെട്ട ചേലക്കരയിൽ അവരുടെ ആവശ്യങ്ങൾക്ക് പരിഗണന നൽകും. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ചെക്ക് ഡാമുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇവ പൂർത്തിയാക്കാൻ ആദ്യഘട്ടത്തിൽ തന്നെ നടപടിയുണ്ടാവും. തുടങ്ങി വെച്ച പണികളിലൊക്കെ തന്നെ പൂർത്തീകരിക്കാനും ഒപ്പം അതോടൊപ്പം തന്നെ അതിന്റെ ഭാഗമായിട്ട് വലിയ കുടിവെള്ള പദ്ധതികളൊക്കെ തന്നെ ഏറ്റെടുക്കാനും ഒരു ശ്രമം നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ കെ രാധാകൃഷ്ണൻ തുടങ്ങിവെച്ച പദ്ധതികൾക്ക് പുറമെ നിലവാരം മെച്ചപ്പെടുത്താൻ ശ്രമമുണ്ടാവും. ആരോഗ്യരംഗത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ നവീകരണത്തിനും പ്രാധാന്യം നൽകും. PHCകളും അതുപോലെ തന്നെ അതിന് ഉയർന്ന നിലവാരമുള്ള ആശുപത്രികളൊക്കെ തന്നെ ഒന്നും കൂടെ ഗ്രേഡ് കൂട്ടാനും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം. പാലക്കാട് ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ചേലക്കരയിൽ വൈദ്യുതി വിതരണത്തിനും ഗതാഗത സംവിധാനങ്ങളിലും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും MLA UR പ്രദീപ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.